ബോബി ചെമ്മണ്ണൂരിന്റെ ബോച്ചെ ചായപ്പൊടിയും വലിയ വിവാദത്തിലകപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ലോട്ടറിയാണ് വിവാദം കൊഴിപ്പിക്കുന്നത്. അങ്ങനെ ലോട്ടറി വിൽപ്പന നടത്താൻ വേണ്ടി നിയമപരമായി പാടില്ല എന്നുള്ളതും, ഈ ചായപ്പൊടിയുടെ മറവിൽ വലിയ രീതിയിലുള്ള ലോട്ടറി വിൽപ്പന നടത്തി സമ്പാദ്യം സ്വരൂപിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവാദമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ലോട്ടറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഉദ്യോഗസ്ഥൻ, അതിന്റെ മാനേജർ സംസ്ഥാന സർക്കാരിന്, അത് DGPക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നു. ഇങ്ങനെ ലോട്ടറി വിൽപ്പന നടത്താൻ വേണ്ടി പാടില്ല എന്ന തരത്തിൽ. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ബോച്ചയ്ക്കെതിരെ EDയുടെ ഒരു അന്വേഷണവും വന്നിരിക്കുകയാണ്. അപ്പൊ സാമ്പത്തിക ക്രമക്കേടുകൾ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ബിസിനസ് സംബന്ധമായിരിക്കുന്ന ഒരു കാര്യം കൂടെ പറയുകയാണ്. വയനാട് വൈത്തിരി ആസ്ഥാനമാക്കി റിസോർട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായിരിക്കുന്ന ഒരു സംവിധാനത്തോടു കൂടി വലിയ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ പാർട്ണർഷിപ്പ് ക്ഷണിക്കുന്നുണ്ട്. അതിന് സാമ്പത്തികം മുടക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിന് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പണം നൽകേണ്ടത്, എങ്ങനെ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്, എന്താണ് ഇതിന്റെ സംവിധാനങ്ങൾ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. വലിയ രീതിയിലുള്ള വിജയമാണ് ഒന്നാമത്തേത് നടന്നത്. അതിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനോട് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വിശദമായിരിക്കുന്ന വിവരങ്ങൾ അതിനോടനുബന്ധിച്ച് ലഭ്യമാകുന്നു എന്ന കാര്യം ഇതിന്റെ കൂടെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഫിജി കാർഡ്, ഈ ബോബി ചെമ്മണ്ണൂർ നേതൃത്വം നൽകുന്ന ഒരു ഓൺലൈൻ ആപ്പാണ് ഫിജി കാർഡ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഒരു സംവിധാനമാണ് ഈ ഫിജി കാർഡ് എന്ന് പറയുന്നത്. ആ സംവിധാനം വഴി ഇങ്ങനെ ചായപ്പൊടികൾ വിറ്റുവയ്ക്കുന്നു, മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പണം വെളുപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആപ്പ് തന്നെ, ഫിജി കാർഡ് എന്ന് പറയുന്ന ആപ്പ്, ഒരുപാട് മുതലാളിമാരുടെ അല്ലെങ്കിൽ വലിയ വ്യവസായികളുടെ ഒരു സംവിധാനമായിരുന്നു. അത് ഇദ്ദേഹം വിലക്ക് വാങ്ങി ഇപ്പോൾ ഇദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഇദ്ദേഹം പറയുന്ന മറുപടിയാണ് ലോട്ടറിയും അദ്ദേഹം നൽകുന്ന ലോട്ടറിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: ലോട്ടറി എന്ന് പറഞ്ഞാൽ പണത്തിനു വേണ്ടി, ഭാഗ്യപരീക്ഷത്തിന് വേണ്ടി ലോട്ടറി വിൽപ്പന നടത്തുന്നു. അതാണ് ലോട്ടറി സംവിധാനം. നമ്മൾ കേരളത്തിലെ സർക്കാരിന്റെ ഭാഗ്യക്കുറിയായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനത്തിന്റെ ഭാഗ്യക്കുറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പണം കൊടുത്തുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയാണ്. എന്നാൽ ഇദ്ദേഹം ചെയ്യുന്നത് അങ്ങനെയല്ല. അദ്ദേഹം വിൽക്കുന്നത് ചായപ്പൊടിയാണ്, ബോച്ചെ ടീ ആണ്, ടീ പാക്കറ്റാണ് വിൽപ്പന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ലോട്ടറി ടിക്കറ്റ് സൗജന്യമായിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ ലോട്ടറി വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിയമപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹം അതിന് പറയുന്ന മറുപടി. എന്നാൽ കേരള സർക്കാർ ഇത് അനുകൂലപരമായിരിക്കുന്ന നിലപാട് കാര്യങ്ങളാണ് സ്വീകരിക്കുന്നത്. അയാൾക്ക് സപ്പോർട്ടായിരിക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള നിയമ സംവിധാനം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നൊരാരോപണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ തന്ത്രശാലിയായിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. വളരെ കൗശലത്തോടു കൂടിയാണ് ഓരോരോ ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം കെട്ടിപ്പടുക്കുന്നത്, ലാഭം ഉണ്ടാക്കുന്നത്. അത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ മതിപ്പ് വാങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനം ഇതിന് മുമ്പേ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ശൈലിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ഓട്ട പ്രദർശനം വെച്ചിരുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് എന്നതിനെ കുറിച്ചൊന്നും ഇപ്പോഴും അതിന് വ്യക്തതയില്ല. പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം ഓടിയിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം കിട്ടി എന്നതിനപ്പുറമായ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം പത്രങ്ങളിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പത്രത്തിന്റെ ബാക്ക് പേജൊക്കെ പരസ്യം ചെയ്യണമെങ്കിൽ, കളർഫുൾ വെച്ചുകൊണ്ട് പരസ്യം ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപയുടെ ഇടയിൽ വരും ഒരു ദിവസം പരസ്യം ചെയ്യണമെങ്കിൽ. ചില സമയത്ത് അതിനേക്കാൾ സംഖ്യ കൂടും. ഈ പണമൊക്കെ കൊടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? പരസ്യം ചെയ്തുകൊണ്ട് ഇദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടുന്നത്. എന്നാൽ അതിന്റെ ലക്ഷ്യകാര്യങ്ങളെ കുറിച്ച് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലൊക്കെയാണ് അന്ന് അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന മറുപടി. ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, അഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കുമില്ല. അത് രാഷ്ട്രീയ നേതാവ് ആവാത്തത് കൊണ്ട് ഒരു വലിയ വിവാദത്തിലേക്ക് അത് ഏകദേശം എത്തിയിട്ടുമില്ല. അങ്ങനെ പോകുന്നു ആ വിഷയ കാര്യങ്ങളൊക്കെ. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഈ അടുത്ത കാലത്താണ്, ഒരു മാസം മുമ്പാണ്
ജയിലിൽ കിടക്കുന്ന റഹീമുമായിട്ട്, കോഴിക്കോട് റഹീമുമായിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പിരിവിന് വേണ്ടി അദ്ദേഹം സ്വന്തം വാഹനം ഉപയോഗിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു വിഷയം ഉണ്ടാവുകയും അത് വലിയ രീതിയിൽ ചർച്ചയിൽ വരികയും അത് വൈറലായിക്കൊണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അതിന് വലിയ പ്രാധാന്യവും പ്രോത്സാഹനങ്ങളും പിന്തുണയും നൽകുകയും ചെയ്തതോടുകൂടി അദ്ദേഹം വലിയ രീതിയിലുള്ള ഹീറോ ആയി തന്നെ മാറി. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനോട് ശേഷമാണ് ഈ ചായപ്പൊടി വലിയ രീതിയിലുള്ള വിൽപ്പന നടത്തിയത് എന്നുള്ളതും കൃത്യമാണ്. അത്രയും സമയത്ത് വലിയ രീതിയിലുള്ള ശ്രദ്ധയില്ലായിരുന്നു. ഈ റഹീമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ശേഷം ഇത് വലിയ രീതിയിലുള്ള പ്രചരണത്തിൽ വന്നു. ആ പ്രചരണത്തോടനുബന്ധിച്ചുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു, ആളുകൾ ചായപ്പൊടി വാങ്ങിക്കൂട്ടി. അങ്ങനെ അതിൽ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു. ആ ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഓരോരോ ദിവസവും വലിയ രീതിയിലുള്ള സംഖ്യയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നത്. 100 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഒരു ദിവസം തന്നെ ഇതിന് സമ്മാനമായിട്ട് ലഭിക്കുന്നു. ബമ്പർ സമ്മാനം 25 കോടി രൂപയാണ് പറയുന്നത്. അപ്പോൾ ആരാണെങ്കിൽ 40 രൂപ മുതലാണ് അതിന്റെ ടിക്കറ്റ് ഇതിന്റെ വില വരുന്നത്, ചായപ്പൊടിയുടെ പാക്കറ്റിന്റെ വില വരുന്നത്. അതിനോടൊപ്പമാണ് ഇത് സൗജന്യമായി കൊടുക്കുന്നത്. പ്രത്യേക ഒരു മേഖലയിലും പ്രത്യേക ഒരു സെന്ററിലുമാണ് ഈ ചായപ്പൊടി വിൽപ്പന നടത്തുന്നത്. എല്ലാ ഷോപ്പിലും ഇത് കിട്ടൂല. അങ്ങനെയൊക്കെ അവർക്ക് തന്നെ പ്രത്യേകപരമായിരിക്കും ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. ഔട്ട്ലെറ്റ് വെച്ചിട്ടാണ് ഈ വിൽപ്പന നടത്തുന്നത്. ആയതിനാൽ എന്തുണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവുന്ന മറ്റുള്ള പ്രൊഡക്റ്റുകളും വാങ്ങാനും വിൽപ്പന നടത്താനും വേണ്ടി ഈ പരസ്യപ്രകാരം സാധിക്കുകയും ചെയ്യും. അങ്ങനെ തന്ത്രശാലിയായിരിക്കുന്ന കൗശലക്കാരനായിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന നിലക്ക് ഈ മേഖല മുഴുവനും കീഴടക്കി എന്ന് മാത്രമല്ല, മീഡിയയിലോ അല്ലെങ്കിൽ പത്രത്തിലോ വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. സംസ്ഥാന ലോട്ടറി നിയന്ത്രിക്കുന്ന ആളുകൾ പോലും ഒരു പരാതി കൊടുത്ത് അവസാനിപ്പിച്ചു എന്ന തരത്തിലാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകപരമായിരിക്കുന്ന അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന തരത്തിലാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ ഒരുപക്ഷെ ഇദ്ദേഹം കൊടുക്കുന്നുണ്ടായിരിക്കും എന്ന തരത്തിലൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധാരണക്കാരൻ ഒരു ലോട്ടറി ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ വലിയ രീതിയിൽ വിവാദങ്ങളാവും, അത് വലിയ വാർത്തയാവും, അത് വലിയ ചർച്ചയാവും. അതിൽ ഗവൺമെന്റ് ഇടപെടും, പോലീസുകാർ ഇടപെടും, ഒരുപാട് രീതികളൊക്കെ നിയമപരമായ രീതിയിലൂടെയൊക്കെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരം ഒരു വിഷയങ്ങൾ വ്യവസായികളും സമ്പന്നരുമായിരിക്കും ബന്ധപ്പെട്ടുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പല മീഡിയക്കാരും അത് മറക്കാറുണ്ട്. പല രാഷ്ട്രീയക്കാരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല. നിയമപരമായ രീതിയിൽ ഇത്തരം ആളുകൾക്ക് സംരക്ഷണം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികപരമായ രീതിയിൽ നീങ്ങുന്നതുമാണ്. അപ്പോൾ ഓരോരോ ബിസിനസിന്റെ ഭാഗമായി ഫിജി കാട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ തന്ത്രശാലിയായിരിക്കുന്ന ആള് ബോബി ചെമ്മണ്ണൂർ അല്ല, മറ്റൊരു കണ്ണൂർ വ്യവസായിയാണ് ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. അത് ആമസോണിനെ പോലെയുള്ള ഒരു ആപ്പായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ അത് നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അതിൽ വിജി കാർഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അത് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അതിന് ഒരുപാട് ഔട്ട്ലെറ്റുകൾ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയൊക്കെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 3-4 ഔട്ട്ലെറ്റുകൾ ആ വിഷയമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് രണ്ടെണ്ണം പൂട്ടിപ്പോയെന്നൊക്കെ കേട്ടു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ രീതികളൊക്കെ ആരംഭം. അങ്ങനെ കണ്ണൂർ വ്യവസായിയോടും മറ്റുള്ള വ്യവസായികളോടൊക്കെ ഈ പണം നൽകിക്കൊണ്ട് ഫിജി കാർഡ് എന്ന് പറയുന്ന ആ മേഖല മുഴുവനായിട്ട് ബോബി ചെമ്മണ്ണൂർ വാങ്ങിയ ശേഷം അദ്ദേഹം ഒറ്റക്ക് നടത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹമായിട്ട് ബിസിനസ് പങ്കാളിത്തം വഹിക്കുന്ന ഏതൊരു മേഖലയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് ആ മേഖല ഒന്നടങ്കം ആളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് സ്വാഭാവികമാണ്. അദ്ദേഹം നഷ്ടത്തിനൊന്നല്ല, ലാഭം കൊടുത്തിട്ടായിരിക്കും വാങ്ങുക. അതൊരു ബിസിനസിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി ബോബി ചെമ്മണ്ണൂർ സാധാരണഗതി ചെയ്യാറുള്ളതാണ്. ഇപ്പോഴത്തെ വിഷയം എങ്ങനെ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ വല്ലാത്ത രീതിയിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടൊക്കെയാണ് അത് അവസാനിക്കാനുള്ള സാധ്യതയുള്ളത്. കാര്യമെന്ന് പറയുന്നത് നിയമപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ലോട്ടറി വിൽപ്പന നടത്തുന്നില്ല, വിൽപ്പന നടത്തുന്ന ചായപ്പൊടിയാണ്, ചായപ്പൊടിന്റെ കൂടെ തങ്ങൾ കൊടുക്കുന്നത് സൗജന്യമായിരിക്കുന്ന ലോട്ടറിയാണ്, അതിൽ കിട്ടുന്നവന് കിട്ടും എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ലളിതവൽക്കരിച്ചുകൊണ്ടാണ് ഈ വിഷയം മുന്നോട്ട് പോകുന്നത് എന്നതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരാണ് ഇതേ സംഭവം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിയമക്കുരുക്കിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം വ്യവസായികളോ സമ്പന്നരോ ഒക്കെ ആണെങ്കിൽ ഒരു തരത്തിലും അവരെ ബാധിക്കില്ല എന്നാണ് നമ്മൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.